കേട്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ കർത്താവെ ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായി തോന്നുന്നു. നിങ്ങളുടെ കാലിലെ പാദത്തിലായിരിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ. താഴ്ത്തി സമർപ്പിക്കുക പ്രാർത്ഥന യേശു നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഉപവാസത്തിന് 5-ാമത്തെ ദിവസം നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ഹല്ലേലൂയ 4 ദിവസങ്ങളും കർത്താവ് നമ്മളോട് അത്ഭുതകരമായി നമ്മളെ നടത്തി. ഹല്ലേലൂയ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന ദാസന്മാരിലൂടെ കേട്ടു. ആമേൻ. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ ലോകം ആമേൻ ആമേൻ ദുർഘടങ്ങളിലേക്ക് ഹല്ലേലൂയ നാശകരമായ ലോകത്തിലാണ് നാം ഇന്ന് വസിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. നാം ഇന്ന് കൃപ പ്രാപിക്കുവാൻ ഹല്ലേലൂയ ആ ദിവസം നമ്മൾ കേട്ടല്ലോ, ഉപവാസത്തിനാലും പ്രാർത്ഥനയും അല്ലാതെ ഈ ജാതി പിശാച് നീങ്ങി പോകത്തില്ല. ഹല്ലേലൂയ. നാം ഇന്ന് 23 ദിവസം പ്രാർത്ഥനയോട് നാം കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരു വചനം വായിക്കാം, അധിക സമയം എടുക്കാതെ ഹല്ലേലൂയ ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 3-ാമത്തേതും 4-ാമത്തെ വചനവും വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13-ന്റെ 3-ഉം 4-ഉം. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് മതി. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് 3 ഭാഗങ്ങളാണ് ഹല്ലേലൂയ ഇവിടെ പറയുന്നത്. ഒന്ന്, ആമേൻ, അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈകളെ വെച്ചു. 3, അവർ അഭിഷേകം പ്രാപിച്ചവരായി അവർ ശുശ്രൂഷകൾ ആരംഭിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഇതിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ എന്റെ 2-ാമത്തെ വചനം കൂടെ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 2-ാമത്തെ വചനം വായിക്കാമോ? അവിടെ അവർ കർത്തർക്ക് ആരാധന ചെയ്ത് ഉപവാസിத்து கொண்டிருக்கிற போது பர்னபாவையும் சவுலையும் நான் அழைத்த ஊழியத்திற்காக அவர்களை பிரித்து விடுங்கள் என்று பரிசுத்த ஆவியானவர் திருவிழம் പറ്റിയാണ്. അവർ സഭയാണ്. സഭ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന കർത്താവ് വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നു, നമുക്ക് ആദ്യം അറിയാമല്ലോ സൗലിനെ കുറിച്ചിട്ട്. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് ആകുന്നതിന് മുമ്പ് സൗലിനെ കുറിച്ചിട്ട് നാം പഠിക്കുമ്പോൾ, നാം ചിന്തിക്കുമ്പോൾ ആമേൻ. ഹല്ലേലൂയ. ദമസ്കസ് വാതിലില് ആമേൻ. ഹല്ലേലൂയ യേശുവിനെ വിശ്വാസികളായ ജനത്തെ ആമേൻ. ഹല്ലേലൂയ അവരെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ കൊല്ലുവാൻ അല്ലെങ്കിൽ അവർക്ക് പീഡനം കൊടുക്കുവാൻ വേണ്ടി താൻ അധികാര പത്രത്തോടുകൂടെ അവൻ ഹല്ലേലൂയ ദമസ്ക് മതിൽ കൂടെ വാതിൽക്കുള്ളിൽ കടന്നു വരുമ്പോൾ കർത്താവിനെ സന്ദർശിക്കുകയും ഹല്ലേലൂയ അവന്റെ മേലൊരു തേജസ്സിന്റെ വെളിച്ചം അവന്റെ മേൽ പ്രകാശിക്കുമ്പോൾ അവൻ കുതിരയിൽ നിന്ന് താഴെ വീഴുന്ന കണ്ടു കാണാതെ ആയി പോകുന്നതും അതോടുകൂടെ കർത്താവ് പറഞ്ഞു അവൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ അങ്ങേ ആരാണ്? ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയുന്നു, നീ തുൻപുറത്തുകിற നീ ഉപദ്രവിക്കുന്ന നസ്രായന യേശു ഞാനാണ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിനെ അവന് വെളിപ്പെടുത്തി കൊടുത്തു. അവൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ ഞാൻ എന്ത് ചെയ്യുവാൻ അങ്ങേ ചിത്തമായിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം കർത്താവ് യേശുവോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ശിമോന്റെ ഭവനത്തിൽ ചെല്ല്, നിനക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ അവനെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അവിടെ അനനീസ് എന്നുള്ള ഒരു പ്രവാചകനെ അവിടെ അവന്റെ ഭവനത്തിലേക്ക് അയച്ചിട്ട് ഹല്ലേലൂയ അവിടെ എന്ത് ചെയ്യുന്നു, അവനെ പ്രാർത്ഥിച്ചിട്ട് അവൻ ഹല്ലേലൂയ അവിടെ അഭിഷേകം പ്രാപിച്ച് സഭയോട് ചേർക്കപ്പെട്ടു. ഹല്ലേലൂയ. സഭയോട് ചേർക്കപ്പെട്ട് അവൻ അങ്ങനെ ആരാധിച്ച് പോകുമ്പോഴാണ് അതിനു മുമ്പ് അനനാസിയോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിനോട് അനനാസി ചോദിക്കുന്നു, കർത്താവേ അവൻ തന്റെ ദൈവത്തിന്റെ ജനത്തെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അനനാസിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ അവനെ ഞാൻ ജാതികൾക്കും രാജാക്കന്മാർക്കും
ഹല്ലേലൂയ ആമേൻ ഉപയോഗിക്കത്തക്കവണ്ണം തെരഞ്ഞെടുത്ത ഒരു പാത്രമായിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ തെരഞ്ഞെടുത്ത് ആമേൻ രാജാക്കന്മാർക്കും ആമേൻ ഹല്ലേലൂയ ജാതികൾക്കും വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമായ ആമേൻ ആ തെരഞ്ഞെടുപ്പാണ് ആമേൻ ഇവിടെ ഹല്ലേലൂയ പറയും. സഭ കൂടിയിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ അവനെ വിളിച്ച ഒരു ഉദ്ദേശം കർത്താവ് ഉണ്ടായിരുന്നു. ജാതികൾക്ക് പ്രവാചകനായി, ജാതികൾക്ക് തീർക്കദരിസിയായി, ആമേൻ രാജ്യങ്ങൾക്ക് രാജാക്കന്മാരുടെ മുൻപ് അവനെ നിർത്തുവാനുള്ള ഹല്ലേലൂയ ഒരു അഭിഷേകത്തോട് അവനെ തിരഞ്ഞെടുത്തത് കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആമേൻ ഹല്ലേലൂയ ഇവിടെ അവിടെ ആമേൻ ഹല്ലേലൂയ സമയമായപ്പോൾ അവരെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമയമായപ്പോൾ പരിശുദ്ധാത്മാവ് ആമേൻ സഭയോട് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അവിടെ നോക്കുമ്പോൾ അവിടെ പറയുന്ന അവർ ആരാധന ചെയ്ത് ഉപവസിத்து കൊണ്ടിരിക്കുന്ന போது ഹല്ലേലൂയ സഭ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നു ഹല്ലേലൂയ ബർന്നബാസിനെയും ആമേൻ ശൗലിനെയും എന്റെ വേലയ്ക്ക് അവർ ഏത് ഉദ്ദേശത്തിന് വിളിച്ചോ ആ ഉദ്ദേശത്തിലേക്ക് വേണ്ടി നിങ്ങൾ അവനെ പറഞ്ഞു വിടുക. ഹല്ലേലൂയ. അവർ പറഞ്ഞു വിട്ട് അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവർ അയച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവര് ആമേൻ ശുശ്രൂഷ ആരംഭിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നാം നോക്കണം ആമേൻ ഹല്ലേലൂയ ഒരു ശുശ്രൂഷകൾ ആമേൻ ചെയ്യുവാൻ ഇവിടുത്തെ ഉപവാസത്തിന്റെ ആമേൻ പശ്ചാത്തലം എന്താ അല്ലെങ്കിൽ ഉപവാസത്തിന്റെ ഉദ്ദേശം എന്തുവാ? ആമേൻ ഹല്ലേലൂയ ഒരു ശുശ്രൂഷയ്ക്ക് തന്നെ വേർതിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു അഭിഷേകിക്കപ്പെട്ട ശുശ്രൂഷ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ചെയ്യുമ്പോൾ അവിടെ ഹല്ലേലൂയ അവിടെ പറയുന്നത് അവർക്കൊരു ഉപവാസത്തോട് ഹല്ലേലൂയ ആമേൻ പ്രാർത്ഥിച്ചിട്ട് അവരെ വേർതിരിക്കുന്നു. ഹല്ലേലൂയ. ഉപവാസത്തോടും പ്രാർത്ഥനയോടും വേർതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നടത്തൽ കൊണ്ട് ഹല്ലേലൂയ അവർ ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടവന്നു. ഹല്ലേലൂയ. എന്നിട്ട് നമുക്ക് 14-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ 8-ാമത്തെ വചനം വായിക്കാമോ? ഉടനെ അവൻ കുതിത്തെഴുந்து നടന്ന മഴയുടെ അമ്മയുടെ ഗർഭം നമ്മൾ നോക്കണം. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഹല്ലേലൂയ അമ്മയുടെ ആമേൻ ഉദരത്തില് ആമേൻ ജനനം മുതൽ മുടന്തൻ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഒരിക്കലും ആമേൻ അന്നത്തെ ഇന്ന് ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും. അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും സാധ്യമല്ല അത് എന്തെങ്കിലും ഒരു പാർട്സ് ഫിറ്റ് ചെയ്ത് അവനെ ഒരു നേരാക്കുവാൻ ഹല്ലേലൂയ അവന്റെ കാലുകൾക്ക് ബലം കൊടുക്കുവാൻ ആമേൻ ഒരു സാധ്യതയും അന്നത്തെ മെഡിക്കൽ സയൻസിലില്ല. ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ മരണപര്യന്തം അവന് എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാത്ത ഹല്ലേലൂയ അവസ്ഥയുള്ള ഒരു വ്യക്തി. ഹല്ലേലൂയ. താഴ്ത്തി വായിക്കാം. ഒരു ശക്തിയും ഇല്ലാത്തവൻ അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. മതി. ഹല്ലേലൂയ. അപ്പൊ പൗൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ഈ മുടന്തന് ഹല്ലേലൂയ അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസിന് മനസ്സിലായി ഹല്ലേലൂയ ആത്മാവിനാൽ അവനൊരു പിടികിട്ടി ഹല്ലേലൂയ ഇവന്റെ മേലെ ഒരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ എങ്ങനെ സൗഖ്യമാകുവാൻ കൽപ്പിച്ചാൽ അവൻ അതിനെ ഏറ്റെടുക്കുവാനുള്ള ഒരു വിശ്വാസം അവന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവനെ ആമേൻ ഹല്ലേലൂയ അവനെ ഓർപ്പിച്ചപ്പോൾ ഹല്ലേലൂയ ഇന്ന് നാം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എനിക്ക് എന്റെ കർത്താവ് സൗഖ്യം തരും, വിടുതൽ തരും, എന്റെ ജീവിതത്തിൽ അവൻ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നൊരു വിശ്വാസത്തോട് ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ അടുത്ത് ഇരിക്കുവാണെങ്കിൽ അവിടെ പറയുന്നു ഹല്ലേലൂയ ആമേൻ കത്തായിട്ട് പറയുന്നു ആത്മാവിനാലെ താൻ പറയുന്നു നീ എഴുന്നേറ്റ് കാലൂന്നി നിമിർന്ന് നിൽക്കുക. ഹല്ലേലൂയ. അപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നോക്കണം ഹല്ലേലൂയ അമ്മയുടെ ഹല്ലേലൂയ ഗർഭത്തിൽ തന്നെ ആമേൻ അവൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാകുമ്പോൾ തന്നെ അവൻ ഒരു മുടന്തനാണ്. ഹല്ലേലൂയ ഒരു സാധ്യതയും അവനില്ല. എന്നാൽ ഇവിടെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം അവന്റെ ഉള്ളിൽ കയറിയപ്പോൾ അവനൊരു വിശ്വാസമുണ്ട്. എന്നോട് ദൈവം സംസാരിക്കുവാണെങ്കിൽ ഞാനത് വിശ്വസിക്കും.
ഹല്ലേലൂയ. അങ്ങനെ അവൻ വിശ്വാസത്തിന് ഉറപ്പ് അവന്റെ ഉള്ളിലുണ്ടെന്ന് പൗലോസിന് ദൈവാത്മാവ് ഓർപ്പിച്ചപ്പോൾ, അവനെ കണ്ടപ്പോൾ അവൻ ഹല്ലേലൂയ തന്റെ അഭിഷേകം മൂപ്പന്മാർ ഹല്ലേലൂയ സഭയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് അയച്ചപ്പോൾ ഒരു അഭിഷേകം അവന്റെ മേൽ വ്യാപരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ ശുശ്രൂഷയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വീര്യ പ്രവൃത്തിയിൽ നടക്കുമ്പോഴാണ് അവിടെ ശുശ്രൂഷകൾ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ആ ശുശ്രൂഷ ഏറ്റെടുത്ത താൻ ഹല്ലേലൂയ അവന്റെ ഉറക്ക സത്യത്തോട് ഹല്ലേലൂയ അവൻ ഉച്ചത്തോട് അവൻ പറയുന്നു, നീ എഴുന്നേറ്റ് നടക്കുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ ക്ഷണം തന്നെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ കുതിച്ചെഴുന്നേറ്റാണ് പറയുന്നത്. എന്ത് സാധ്യത! ഹല്ലേലൂയ. പ്രിയ ദൈവമേ, നാം നോക്കണം, ഒരിക്കലും ഹല്ലേലൂയ സാധ്യമല്ലാത്ത അതാണ് മരിയയോട് ആമേൻ ഹല്ലേലൂയ ദൂതൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്താൽ സകലതും സാധ്യം. ഹല്ലേലൂയ. ഒന്നുമില്ലാത്തതിൽ നിന്ന് ആമേൻ വിളിച്ചു വരുത്തുന്ന കർത്താവ്, ആകാശം ഭൂമിയൊക്കെ ഒരു വാക്ക് കൊണ്ട് ഹല്ലേലൂയ ഉളവാക്കി നമ്മുടെ കർത്താവിന് ആമേൻ എത്ര തന്നെ അമ്മയുടെ ഉദരത്തിൽ തന്നെ എന്ത് തന്നെ മുടന്തായിക്കോട്ടെ, ഏതൊരു വിഷയമായിക്കോട്ടെ, ഹല്ലേലൂയ പഴക്കമേറെ ഏത് വിഷയങ്ങളായാലും ആമേൻ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആമേൻ വിടുതൽ ഉണ്ടാക്കാൻ കഴിയുന്ന കർത്താവ് നമ്മുടെ മുൻപ് ആമേൻ എനിക്ക് വിടുതല തരുമെന്ന് ഒരു വിശ്വാസത്തോടെ നാം ഇരിക്കുകയാണെങ്കിൽ ആമേൻ കാലില്ലാത്ത, ഒടിഞ്ഞുപോയ, വളഞ്ഞുപോയ, നരമ്പില്ലാത്ത ഹല്ലേലൂയ ഏത് വിധമായ ഒരു അവസ്ഥയിലിരുന്നാലും നമ്മുടെ വിഷയങ്ങൾക്ക് ചിലപ്പോ ഒരു മുടന്തിന്റെ അവസ്ഥയായിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ രോഗങ്ങൾ അതുപോലെ ആയിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു മുടന്തിന്റെ ഒരു അവസ്ഥ ആയിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയുന്നു ഹല്ലേലൂയ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, പ്രവാചകൻ പറഞ്ഞപ്പോൾ അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ അവൻ നടക്ക മാത്രമല്ല അവൻ കുതിച്ചു. ഹല്ലേലൂയ. ഒരു കുതിരയെ പോലെ അവൻ കുതിച്ചെഴുന്നേറ്റു. ഹല്ലേലൂയ. ഇതാണ് എവിടെയാണ് വന്നത്? തന്റെ മേൽ വ്യാപരിച്ച അഭിഷേക ശക്തി. ഹല്ലേലൂയ. തനിക്ക് ഹല്ലേലൂയ ആ അഭിഷേക ശക്തിയിനാല് അവൻ ഹല്ലേലൂയ അവൻ ശുശ്രൂഷകൾ ചെയ്തു നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ പൗലോസിന്റെ ശുശ്രൂഷകളെല്ലാം ആമേൻ ഹല്ലേലൂയ അവസാനം ആമേൻ ഹല്ലേലൂയ താൻ പോകുന്ന വഴിക്ക് ആമേൻ ഹല്ലേലൂയ എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്തു, സഭകളെ സ്ഥാപിച്ചു, ദേശമെങ്കും ഹല്ലേലൂയ അവൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട പാത്രമായി തന്നെ അവൻ തീർന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ നാം കേട്ടല്ലോ, യേശു ഉപവസിച്ചു. ഹല്ലേലൂയ. ഞാനിപ്പോ അതിനെ കുറിച്ചല്ല പറയാൻ പോകുന്നത്. നാം കഴിഞ്ഞ ദിവസം ദേവാലയത്തിൽ നാം കേട്ടു യേശു എങ്ങനെ ഉപവസിച്ചു. ഹല്ലേലൂയ. എന്ന് എന്റെ സത്യം എങ്ങനെ ഉപവസിച്ചതല്ല, യേശു എന്തിനാ ഉപവസിച്ചു. ഹല്ലേലൂയ. കർത്താവ് ഉപവസിച്ചതിന്റെ ഉദ്ദേശം എന്ത്? ആമേൻ ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ സ്നാനപ്പെടുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വായിക്കേണ്ട ലൂക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ തോന്നും ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്നത് ആമേൻ ഏറെക്കുറെ 30 വയസ്സായിരുന്നു. യേശുവിന് 30 വയസ്സായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ 30 വയസ്സ് വരെ ആമേൻ ഹല്ലേലൂയ എന്ത് ചെയ്തു? സാധാരണ മാതാപിതാക്കൾ നല്ലൊരു മകനായി ഹല്ലേലൂയ നല്ലൊരു ജീവിതം ജീവിച്ചു വന്ന ഒരു കർത്താവ് ആമേൻ ഹല്ലേലൂയ 30 വയസ്സാകുമ്പോൾ ആമേൻ തന്റെ ശുശ്രൂഷയുടെ ആരംഭം ആമേൻ ഹല്ലേലൂയ അവിടെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. 30 വയസ്സാകുമ്പോൾ ഹല്ലേലൂയ താൻ സ്നാനപ്പെട്ട് ആമേൻ ഹല്ലേലൂയ യോർദാനിൽ നിന്ന് കരകയറുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് വായിക്കുന്ന കഴിഞ്ഞ ദിവസം കേട്ടുകൊണ്ട് ആമേൻ വായിക്കേണ്ട എന്ത് പറയുന്നു? ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാല് ആമേൻ ഹല്ലേലൂയ യേശുവിനെ വനാന്തരത്തിലേക്ക് നടത്തി. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ കർത്താവ് വനാന്തരത്തിൽ നടത്തി. അവിടെ പറയുന്നു 40 ദിവസം രാവും പോലും കർത്താവ് ഉപവസിച്ചു. ഹല്ലേലൂയ. ആമേൻ. അവിടെ സാത്താൻ എപ്പോഴും കർത്താവിന്റെ പുറകെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. 40 ദിവസം കഴിഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ തനിക്ക് വിശപ്പുണ്ടായി. ആമേൻ ഹല്ലേലൂയ. അപ്പോഴാണ് അവിടെ പറയുന്നു സാത്താൻ അവിടെ കടന്നു വരുന്നു. എന്തുകൊണ്ടാണ് സാത്താൻ കടന്നു വരണം? ഹല്ലേലൂയ. കർത്താവിന്റെ ഉദ്ദേശം എന്തുവാണ്? ഹല്ലേലൂയ. ഇത്രയും ദിവസം 30 വർഷം വരെ എന്തുകൊണ്ടാണ് സാത്താൻ കർത്താവിന്റെ അടുത്ത് കടന്നു വന്നില്ല? എന്തുകൊണ്ടാണ് 30 വയസ്സ് കഴിഞ്ഞ് താൻ സ്നാനപ്പെട്ട് കരയേറിയ ഉടനെ ഹല്ലേലൂയ സാത്താൻ അവിടെ കടന്നു വരുന്നു? ഹല്ലേലൂയ. ആമേൻ ചിന്തിക്കണം. ആമേൻ ലോകത്തിന്റെ പാവങ്ങളെ ചുമന്നു തീർക്കുന്ന നാം മരണത്തിൽ നിന്ന് ഹല്ലേലൂയ അതുവരെ 30 ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ പദ്ധതി എന്ത്? ആമേൻ ലോകത്തിൽ കടന്നു വന്നു അത്ഭുതം പ്രവർത്തിച്ചതൊക്കെ ശരി തന്നെയാണ്. മാനവരാജ്യ ഹല്ലേലൂയ നിത്യതയിലേക്ക് കൊണ്ടുപോകണമെങ്കിലോ നമ്മുടെ കർത്താവ് യാഗമായി തീരണം. ഹല്ലേലൂയ. യാഗമായി തീരുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ പിതാവിന്റെ ഹിതമായി ആമേൻ ഹല്ലേലൂയ സ്വർഗത്തിന്റെ അതേ ഹിതത്തോട് ഈ ലോകത്തില് ആമേൻ താൻ നിർമ്മിച്ച ജനത്തിന്റെ പാവ നിവൃത്തിക്കായിട്ട് താൻ ക്രൂശിൽ മരിച്ചാൽ ആമേൻ മാത്രമേ തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുവാൻ സാധ്യത ഉള്ളൂ. ഹല്ലേലൂയ. അത് കർത്താവിന്റെ ഒരു പദ്ധതിയാ. ആ ലോകത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണോ യേശു ഹല്ലേലൂയ കാൽവരിയിൽ മരിക്കേണ്ടത്? ആ പദ്ധതി ഹല്ലേലൂയ നടന്നാൽ ഹല്ലേലൂയ സാത്താൻ ഹല്ലേലൂയ തോറ്റുപോകും. ഹല്ലേലൂയ. സാത്താന്റെ ആഗ്രഹം എന്ത്? ഒരിക്കലും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യേശു ക്രൂശിൽ യാഗമായി തീരുവാൻ പാടില്ല.
കാരണം എന്ത്? അവനെ ലോകത്തൊക്കെയും അവന്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. എന്നാണ് പാപരക്ഷ കടന്നു വരുന്നു. യേശുവിന്റെ വായിന് വേണ്ടി ഏറ്റുപറയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെടുന്നു. സ്നാനത്താൽ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി തന്നെ മരണത്തിന്റെ ഹല്ലേലൂയ ദൈവത്തിനോട് കൂടെ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൻ ഹല്ലേലൂയ അതേ പുനഃസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ ആ ക്രിയ അന്ന് പ്രാപിച്ചോ അത് മുതലുള്ളതാണോ ആമേൻ ദൈവത്തിന്റെ ഹല്ലേലൂയ അവിടെ പറയുന്നത് നിത്യത. ആമേൻ ഹല്ലേലൂയ. കർത്താവ് ആമേൻ എന്ത് ചെയ്യുന്നു? നിത്യതയ്ക്ക് വേണ്ടി ഹല്ലേലൂയ അവൻ നിത്യജീവൻ തരുന്നതാണോ ദൈവത്തിന്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പ്ലാൻ ദൈവം മരിക്കുവാൻ ഒരിക്കലും സാത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അത് ആമേൻ. കാരണം എന്തോ? ആമേൻ. അതുവരെ എല്ലാ ജനങ്ങളും സാത്താന്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. സാത്താന്റെ അവകാശികളാണ്. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം, പഴയ നിയമത്തിന്റെ ആളുകളുണ്ടല്ലോ, ദൈവത്തിന്റെ കൂടെ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ അഭിഷേക ശക്തി ആണല്ലോ പറയുന്നത്. ആമേൻ ഹല്ലേലൂയ. ജനം ആമേൻ ചെങ്കടലിൽ കടന്നപ്പോൾ അവർ ഹല്ലേലൂയ അവർ മുൻകൂർ ഹല്ലേലൂയ സ്നാനത്തിന്റെ ഒരു മുൻക്രിയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ഏതെങ്കിലും ഒരു വിധത്തിലോ ദൈവം ഹല്ലേലൂയ തന്റെ ജനത്തെ ആമേൻ ഹല്ലേലൂയ ആമേൻ രക്ഷിച്ചുകൊണ്ടിരുന്നു. അതാണ് ആമേൻ ഹല്ലേലൂയ അവിടെ പറയുന്നു. ആമേൻ ഹല്ലേലൂയ ആമേൻ ഭക്തന്മാർ ഹല്ലേലൂയ അവർ ദർശിച്ചു, എന്നാൽ അവർക്കത് കാണുവാൻ അവർ കഴിഞ്ഞില്ല. അത് നമുക്ക് ഈ വാക്യം ലഭിച്ചെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ ദൈവത്തിന്റെ ആമേൻ പദ്ധതി അങ്ങനെ ആയതുകൊണ്ട് ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ എപ്പോഴാണ് കർത്താവ് ആമേൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയോ അപ്പോഴാണ് അവൻ വാദിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതാണല്ലോ ആമേൻ നമ്മൾ കേട്ടല്ലോ, ആദ്യമായി 40 ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യം നീ അപ്പത്തെ അവൻ കല്ലിന് അപ്പമാക്കി കഴിച്ചോ. ആമേൻ ഹല്ലേലൂയ. നീ ആമേൻ ദേവാലയത്തിൽ താഴെ ചാട്. ആമേൻ ഞാൻ നിന്റെ ദൂതന്മാരെ ഒന്ന് പിടിക്കും, ആമേൻ സൂക്ഷിക്കും. ഹല്ലേലൂയ. അതുപോലെ നീ എന്നെ സാഷ്ടാംഗമായി വീഴുന്നു നമസ്കരിക്കാൻ ഇതെല്ലാം ഒക്കെ തരുമെന്നോ. ആമേൻ ഹല്ലേലൂയ. ഇതൊക്കെ കാണിച്ചപ്പോൾ അവന്റെ ഹല്ലേലൂയ ആമേൻ സാത്താൻ ഒരു പണി ആഗ്രഹിച്ചിരുന്നു. ഇതൊക്കെ ഞാൻ ദൈവ കർത്താവ് യേശുവിന്റെ അടുത്ത് പറയുമ്പോൾ അവൻ അതുപോലെ ചെയ്യും. കാരണം എന്തെന്നറിയാമോ? ആമേൻ ഏദൻ തോട്ടത്തിലോ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹവ്വായോട് അവൻ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആമേൻ തിന്മാൻ നല്ലതും കാണുവാൻ ഇച്ഛിക്കത്തക്കതുമായ ഭംഗിയുള്ള ഒരു ഹല്ലേലൂയ ഒരു ഫലത്തെയാണ് അവൾക്ക് കാണിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. അവിടെ വീഴുന്നത് പോലെ ഇവിടെയും ദൈവത്തിന്റെ ഹല്ലേലൂയ വീഴുവാൻ കഴിയുമെന്ന് താൻ ആഗ്രഹിച്ചപ്പോൾ വചനത്താൽ കർത്താവ് വന്നതിന്റെ ഉദ്ദേശം ദൈവത്തിന് അറിയാം. അതുകൊണ്ട് വചനത്താൽ അവിടെ ജയിച്ചു എന്ന് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അത് മാത്രമല്ല അവിടുന്ന് പറയുന്നു അവൻ അല്പകാലം അവൻ യേശുവിനെ വിട്ട് മാറിയിരുന്നു. എന്തുകൊണ്ടാണ്? ഈ അല്പകാലം അവൻ അവിടെ ജയിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ വിചാരിച്ചു എന്നെങ്കിലും ഞാൻ ഒരു ദിവസം ആമേൻ ഹല്ലേലൂയ യേശുവിനെ ഞാൻ എന്റെ കാൽ കീഴാക്കുമെന്ന് അവൻ ആഗ്രഹിച്ച് നടക്കുമായിരുന്നു. അങ്ങനെയാണ് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ക്രൂശിന്റെ കാൽവരി ആമേൻ ക്രൂശിന്റെ വരെ ഹല്ലേലൂയ ആമേൻ താൻ ഹല്ലേലൂയ ആമേൻ കർത്താവ് ശുശ്രൂഷകളെല്ലാം ചെയ്തു. അവസാനം തന്റെ നിവൃത്തിയായപ്പോൾ ഹല്ലേലൂയ തനിക്ക് ആമേൻ ഏൽപ്പിച്ച ദൗത്യം ചെയ്തെടുക്കുവാൻ സമയമായപ്പോൾ ഹല്ലേലൂയ അവിടെ ആമേൻ ഹല്ലേലൂയ കാൽവരി ക്രൂശിലോ ആമേൻ എപ്പോഴാണ് പിതാവേ എന്റെ ഹല്ലേലൂയ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ തരുന്നു എന്ന് ആമേൻ ഹല്ലേലൂയ പറഞ്ഞേൽപ്പിച്ചപ്പോൾ ഹല്ലേലൂയ ശത്രു അവിടെ തകർന്നു. ഹല്ലേലൂയ. കാരണം അവന്റെ കരങ്ങളിൽ നിന്ന് ആമേൻ അവിടെ ഹല്ലേലൂയ യേശുവിന്റെ രക്തം കൊണ്ട് ഹല്ലേലൂയ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനെ നൽകാമെന്ന് അരുളി ചെയ്ത കർത്താവ് എപ്പോഴാണ് തന്റെ ആത്മാവിനെ യേശുവിന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചോ അതോടുകൂടെ നാം വിടുതൽ പ്രാപിച്ചു, നാം ജീവനുള്ളതായി തീർന്നു. സാത്താന്റെ തല അവിടെ തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് 40 ദിവസം ഉപവസിച്ചത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്ക് ചെയ്യുമ്പോൾ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഉപവാസം ആവശ്യമാണ്, ഒരു പ്രാർത്ഥന ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ കർത്താവ് ചെയ്ത 3.5 വർഷ സമയത്ത് ഹല്ലേലൂയ കർത്താവ് അനേക അത്ഭുതങ്ങൾ ചെയ്തു. ആമേൻ ഹല്ലേലൂയ. അവിടെ നമുക്കറിയാമല്ലോ അത് ചെയ്യുമ്പോൾ വെറുതെ അല്ല. അവിടെ ആദ്യത്തെ അപ്പോസ്തല പ്രവൃത്തി തന്നെ എന്ത് വായിച്ചു? 1 ഉപവസിച്ചു, 2 പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അപ്പൊ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് അവിടെ ചെയ്യുന്നത്. ഹല്ലേലൂയ. കർത്താവ് ആമേൻ ഹല്ലേലൂയ അവിടെ നാം നോക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഓക്കെ ലൂക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 12 വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 6:12. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥന രാത്രി കഴിച്ചു. തമിഴ് കൂടെ അന്നാட்களிலே അവർ ജപം பண்ணும்படி ഒരു മലയിന്മേൽ ഏറി രാ മുഴുവതും ദേവനെ നോക്കി ജപം பண்ணிக்கொண்டிருந்தார். മാർക്ക് 6:46 കൂടെ. മാർക്കോസിന്റെ സുവിശേഷം 6:46. അവർ
மதி மதி அவர் ஜனங்களை அனுப்பிவிட்ட அவர் பின்பு ஜனங்களை அனுப்பிவிட்ட பின்பு ஜெபம் பண்ணும்படி ஒரு மலையின் மேல் ஏறினார். ജപം പണ്ണുമ്പടി ഒരു മലയിൻ മേലെ മതി. ഹല്ലേലൂയ. അപ്പം നാം നോക്കണം, കർത്താവ് ഏത് സമയത്തും അധികവും രാത്രി സമയങ്ങളിൽ ഫുൾ രാത്രി ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പൊ തന്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നു, രാവിലെ വന്നിട്ട് വലിയ പ്രാർത്ഥന കർത്താവിന് പ്രാർത്ഥിക്കേണ്ട. ലാസറിന്റെ കല്ലറയുടെ മുമ്പ് പോയി നിന്നിട്ട് അവൻ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, പിതാവേ എന്റെ ആ വാക്കുകളൊക്കെയും അങ്ങേ കേൾക്കുന്നുവെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും എന്നോട് കൂടെ ഇരിക്കുന്നവർ എന്നെ നീ അയച്ചു എന്ന് ഇവര് വിശ്വസിക്കേണ്ടതിന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. നാം നോക്കണം, ഹല്ലേലൂയ, എപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കുന്നത്. കാരണം രാത്രി മൊത്തം കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതം എന്തെന്നുള്ളത് ആമേൻ ഹല്ലേലൂയ പുത്രന് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടിട്ട് എന്ത് ചോദിച്ചാലും അതുപോലെ നടപ്പിച്ചു കൊടുക്കുന്ന പിതാവ് ഹല്ലേലൂയ അവിടെ പറയുന്നു, ആമേൻ പിതാവേ ഞാൻ ഇപ്പോൾ നിന്നോട് ചോദിക്കുന്നു, ആമേൻ എപ്പോഴും എന്റെ വാക്ക് നീ കേൾക്കുന്നു എന്ന് എനിക്ക് അറിയാം. എന്നാൽ എനിക്ക് തന്നിരിക്കുന്ന ഇവർ ആമേൻ വിശ്വസിക്കേണ്ടതിനോ നീയാണ് എന്നെ അയച്ചു എന്ന് വിശ്വസിക്കേണ്ടതിനോ ഞാൻ നിന്നോട് ഇപ്പൊ അപേക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ഹല്ലേലൂയ, ലാസറുവേ പുറത്തു വാ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് നോക്കണം, ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഒരൊറ്റ വാക്കിൽ ഹല്ലേലൂയ 3-4 ദിവസത്തിന്റെ ആമേൻ അല്ലെ ശരീരം അഴുകിയതായിരിക്കാം, എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്കറിയാമല്ലോ ഇന്നത്തെ ആമേൻ അഴുകിയ ശരീരം. നമ്മുടെ ദൈവത്തിന്റെ വാക്കിന് മുമ്പ് ഏത് അഴുകിയാലും അത് അതുപോലെ പുറത്തു വരും. ആണല്ലോ എസേക്കിയേൽ പ്രവചനത്തിൽ എന്ത് പറയുന്നു, ഹല്ലേലൂയ, ഉണങ്ങിയ അസ്ഥി, ഒരു സാധ്യതയുമില്ല, ഉണങ്ങിയ അസ്ഥിയിലോ ആമേൻ പ്രവചിച്ചപ്പോൾ നരമ്പ് വന്നെങ്കിലോ, പ്രവചിച്ചപ്പോൾ ചത വന്നെങ്കിലോ, പ്രവചിച്ചപ്പോൾ തോല് വന്നെങ്കിലോ, പ്രവചിച്ചപ്പോൾ അതിന്റെ മേലൊരു ഹല്ലേലൂയ ആത്മാവ് എഴുന്നേൽക്കുന്ന സൈന്യങ്ങളായെങ്കിലോ നമ്മുടെ കർത്താവിന് 3-4 ദിവസം ആമേൻ അല്ലെങ്കിൽ ദിവസങ്ങളായിട്ട് പഴക്കമുള്ള ഒന്നും നമ്മുടെ കർത്താവിന് പഴക്കമുള്ളതല്ല. അത് നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ അവിടെ ദൈവത്തിന്റെ മഹത്വമാണ്. അപ്പോ കർത്താവിന്റെ പ്രാർത്ഥന അതിനുശേഷം ആമേൻ നമുക്ക് അറിയാമല്ലോ കർത്താവ് എത്ര അത്ഭുതങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. എത്ര അത്ഭുതങ്ങൾ ചെയ്യുന്നു പറയുന്ന യോഹന്നാന്റെ സുവിശേഷം അവസാനത്തെ അധ്യായം, എനിക്ക് 21-ന്റെ അതിന്റെ അവസാനത്തെ വചനം ഒന്ന് വായിക്കാമോ? അവസാനത്തെ അധ്യായം അവസാനത്തെ വചനം ഒന്ന് വായിക്കാമോ? യേശു ചെയ്ത വേറെ അനേക കാര്യങ്ങളും ഉണ്ട്. യേശു ചെയ്ത വേറെ അനേക കാര്യങ്ങളുമുണ്ട്. அவைகளை ஒவ்வொன்றாக எழுதினால் எழுதப்படும் புஸ்தகங்கள் உலகம் கொள்ளாதென்று எண்ணுகிறேன். മലയാളത്തോടെ യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ, യേശു ചെയ്ത അത്ഭുതങ്ങളൊക്കെ ചെയ്തതൊക്കെ ഓരോന്നായിട്ട് എഴുതാൻ പോയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല. നമുക്കറിയാമല്ലോ എത്ര ദൂരമാണല്ലോ അല്ലെ ഈ ലോകം കിടക്കുന്നത്. അല്ലെ അറ്റ്ലീസ്റ്റ് നമുക്ക് അമേരിക്കയിൽ പോകണമെങ്കിൽ പറയുന്നേക്കുന്നു 48 മണിക്കൂർ ഫ്ലൈറ്റില്, അത് 600 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ഫ്ലൈറ്റ് 48 മണിക്കൂർ ഇരിക്കുമ്പോഴാണ് ഒരു അമേരിക്ക ദേശത്തിലേക്ക് പോവുകയാണെങ്കിൽ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ എഴുതി കഴിഞ്ഞാൽ ലോകത്തിൽ ആ പേപ്പർ വിരിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിന് ഈ ലോകം അവൻ മതിയാകത്തില്ല. ഹല്ലേലൂയ. അവൻ നമുക്ക് കർത്താവിന്റെ അത്ഭുതം എത്രയായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇത്ര അത്ഭുതം ചെയ്ത ആമേൻ ഹല്ലേലൂയ ചെയ്യുവാൻ എവിടെ നിന്ന് കിട്ടിയത്? ആമേൻ ഹല്ലേലൂയ ഈ ശുശ്രൂഷ ചെയ്തത് ഈ 3.5 വർഷത്തിന്റെ ഹല്ലേലൂയ ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ വേണ്ടി തന്റെ ജീവിതത്തിലും ഒരു ഹല്ലേലൂയ ഉപവാസം ഉണ്ടായിരുന്നു. രാത്രിയാമങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തന്റെ ശുശ്രൂഷകളെ ശക്തമായി ചെയ്തെടുക്കുവാൻ ഇടവന്നു. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 13-ന്റെ തന്നെ 4 എന്ത് പറയുന്നു? അവർ പരിശുദ്ധാത്മാവിനാൽ അനുഭവപ്പെട്ടാം. അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവിനാൽ അവർ പറഞ്ഞയച്ചു. തമിഴില് அப்படியே அவர்கள் മതി അപ്പോഴേ അവർ പരിശുദ്ധ ആവിയിനാലെ അനുഭവപ്പെട്ടാர்கள். ഹല്ലേലൂയ. നമ്മുടെ വിഷയം ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവിനെ അയക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി വായിക്കണമെന്നില്ല, ആമേൻ, സമയമായതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടാം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1:8 ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ആമേൻ, പരിശുദ്ധ ആത്മാവ് നിങ്ങൾ മേൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ബലം പ്രാപിച്ച് ആമേൻ യെരൂശലേം യൂദ സമരിയ ഭൂമിയുടെ അവസാനത്തോളം ഹല്ലേലൂയ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് ഭൂലോകത്തിന്റെ അവസാനത്തോളം നമുക്ക് കർത്താവിന് സാക്ഷിയായി തീരും. ഹല്ലേലൂയ. ഈ ബലം പ്രാപിച്ചാണ് പത്രോസ്. നമുക്കറിയാമല്ലോ പത്രോസ് ഒരിക്കൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. താൻ ആമേൻ കർത്താവിനോട് 3.5 വർഷം ആയിരുന്നിട്ടും
കർത്താവ് പറഞ്ഞ് പോയതിനു ശേഷം താൻ ആ വലയെടുത്തോണ്ട് മീൻ പിടിക്കാൻ പോയി. എന്നാൽ ആമേൻ കാത്തിരുന്നു. ഹല്ലേലൂയ, വാഗ്ദത്തമായ അഭിഷേകം പ്രാപിച്ചപ്പോൾ ഹല്ലേലൂയ അവൻ തന്നെ താനെ ഏൽപ്പിച്ചു കൊടുത്താൽ കാണാൻ സാധിക്കും. ഹല്ലേലൂയ പറയുന്നു യേശുവിനെ ആമേൻ ഹല്ലേലൂയ മുകളിലോട്ട് ആമേൻ ക്രൂശിച്ചെങ്കിൽ അവൻ പറഞ്ഞെന്നോ, എനിക്ക് എന്റെ യേശു എന്റെ ക്രൂശിനെ എന്നെ തലകീഴായിട്ട് ക്രൂശിക്കണമെന്നോ. എവിടെ നിന്ന് വന്നു ഇത്? ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഭയത്തിന്റെ ശക്തി മാറും, ജീവന്റെ കൊതി മാറും. ഹല്ലേലൂയ അതൊരു പ്രത്യേകതയാണ്. ഹല്ലേലൂയ അതാണല്ലോ സ്തേഫാനോസ് ആമേൻ വെറും ഒരു ചെറിയ ഒരു ശുശ്രൂഷ ചെയ്തല്ലോ. ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ അവൻ മേൽ കല്ലെറിഞ്ഞപ്പോൾ അവൻ പറയുന്നതുണ്ട് ഹല്ലേലൂയ കർത്താവേ ആമേൻ ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ ഇതാണ് ദൈവത്തിന്റെ പ്രത്യേക ആത്മാവ്. ഹല്ലേലൂയ അവന്റെ മേൽ കല്ലെറിയപ്പെടുമ്പോൾ അവൻ സ്വർഗ്ഗസ്ഥനായ പിതാവിന് മുമ്പ് അടുത്ത് കർത്താവ് ഇരിക്കുന്നത് കണ്ട് അവൻ വിളിച്ച് പറയുമ്പോൾ ഇവർ കല്ലെറിയുമ്പോഴാണ് ഹല്ലേലൂയ അവൻ ജീവനെ കൊടുക്കുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ ഇവരുടെ കുറ്റം ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഹല്ലേലൂയ ഇതാണ് പരിശുദ്ധ ആത്മാവുടെ മേൽ വരുമ്പോൾ ആമേൻ അവരുടെ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ. ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ ആമേൻ കുറച്ച് ദിവസങ്ങളായിട്ട് ആമേൻ വളരെ വേദന ഉണ്ട്. ഹല്ലേലൂയ ഒരു സംഭവം നമ്മുടെ മീഡിയയിൽ കൂടെ ഓടിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഇത് ബൈജു നായർ ഒരു ആമേൻ ദൈവദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് പേരിട്ട് ഹല്ലേലൂയ അത് ഇന്ന് ഓടിക്കൊണ്ട് നടക്കുന്ന വിഷയം. ഹല്ലേലൂയ ആമേൻ അത് എവിടെ നിന്നാണ് ഇത് സംഭവിക്കുന്നത്? ആമേൻ ഹല്ലേലൂയ ഇതുപോലെ 40, 50, 40 ദിവസം 30 ദിവസം ഉപവസിച്ച് കൃപകൾ പ്രാപിക്കുമ്പോൾ കൃപാവരങ്ങളെ പ്രാപിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു? ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി തരുന്നു, നിങ്ങളത് സൗജന്യമായി കൊടുക്കണം. ഹല്ലേലൂയ ഇവിടെ ഏതെങ്കിലും ഒരു കൃപാവരങ്ങളൊക്കെ പ്രാപിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ആമേൻ ഹല്ലേലൂയ രോഗശാന്തികളൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് അറിയാമല്ലോ ആ തുടക്കത്തിൽ അവർ നന്നായിരിക്കും. എന്നാൽ പോകെ ഹല്ലേലൂയ അവർ പൈസയുടെ പുറകെയോ അല്ലെങ്കിൽ പേരിന്റെ പുറകെയോ ദൈവത്തെ പുറകോട്ട് നിർത്തി താനെന്നുള്ള ഒരു പേര് വരുമ്പോൾ അവിടെ ഹല്ലേലൂയ അവിടെ പ്രവർത്തനങ്ങളൊക്കെ മാറി അവർ വളരെ വലിയ സ്ഥാപനങ്ങളും വലിയ ആമേൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആമേൻ നാട്ടുകാരുടെ മുമ്പ് ഹല്ലേലൂയ അവരുടെ ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷേകങ്ങൾ മാറി ദൂരെ നിൽക്കുമ്പോൾ അവർ ഹല്ലേലൂയ പിന്നെ അവർ ഒരു സാക്ഷ്യമില്ലാതെ ആയിത്തീരുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഈ മനുഷ്യനും ഹല്ലേലൂയ അവിടെ പറയുന്നത് ഹല്ലേലൂയ അന്യഭാഷയെ ആമേൻ ഹല്ലേലൂയ അവൻ ഉപയോഗിച്ച കാര്യങ്ങൾ. ഹല്ലേലൂയ അപ്പോൾ ഇതൊക്കെ അവൻ പഠിച്ചുകൊണ്ട് അവൻ ഹല്ലേലൂയ അവിടെ പ്രവർത്തിച്ചതാണ്. ഹല്ലേലൂയ എങ്ങനെയാണ് ആത്മാവിനെ ഇന്ന് ലോകത്തിൽ എല്ലാവർക്കും എന്നാൽ ഞാൻ പറയാൻ വന്നത്, എന്നാൽ നാം ഹല്ലേലൂയ അതിനെ നാം പ്രൊമോട്ട് ചെയ്യുന്നു. ഹല്ലേലൂയ ഒരു നല്ല കാര്യം ആമേൻ ഒരു ശുശ്രൂഷകളെ എത്ര പേരാണ് ഇന്ന് മീഡിയയിൽ കൂടെ ആമേൻ പ്രൊമോട്ട് ചെയ്യുന്നത്? ഹല്ലേലൂയ ആമേൻ എന്നാൽ ഒരു വീഴ്ചകളെ നാം അധികമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. ഞാൻ ഇന്ന് ഫെബ്രുവരിയിൽ 2 ആമേൻ ഹല്ലേലൂയ ആഡ് ഞാൻ കണ്ടു. ഞങ്ങളുടെ ആമേൻ ഫാമിലിയുടെ അകത്ത് അവിടെ ഒരു ആഡ് വന്നു. ഇന്ന് നാട്ടിൽ നിന്ന് ഒരു ദൈവദാസൻ ഹല്ലേലൂയ ഇതായി ഇട്ടിരിക്കുന്നു. ഹല്ലേലൂയ വിവിധമായി ഇതെല്ലാം സാത്താന്റെ വീഴുന്നവർ വീഴും. ഹല്ലേലൂയ നാം അതിനെ എടുത്തുകൊണ്ട് ഓടിക്കേണ്ടതല്ല. കാരണം ഹല്ലേലൂയ ഇത് നാം സാത്താൻ അഡ്വർടൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ നാളെ ഹല്ലേലൂയ ഇത് തന്നെയാണ് ആമേൻ അടുത്തിരിക്കുന്നവര് അടുത്ത ആമേൻ ഈ രക്ഷയ്ക്ക് കടന്നു വരുന്നവര് കൃപവരങ്ങൾക്ക് ആഗ്രഹിക്കുന്നവര് അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആരാധിക്കുന്നവര് ആമേൻ അവര് വിചാരിക്കും ഇതെല്ലാമാണോ ഒറിജിനൽ, ഇതാണോ ആത്മാവ്, ഇതെല്ലാം കള്ളമല്ലയോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് അറിയുന്നവരും കേൾക്കുന്ന നമ്മൾ മുഖാന്തരം ഒരു ഇടർച്ച വരുവാൻ ഹല്ലേലൂയ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നത്. കാരണം എന്തെന്നറിയാമോ? അവസാന ദിവസമാകുമ്പോൾ അവിടെ വചനം ഇങ്ങനെ പറയുന്നു ഹല്ലേലൂയ ആമേൻ വിശ്വാസികൾ പോലും കുറഞ്ഞു പോകും. ഹല്ലേലൂയ വിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് വലിക്കുവാൻ വേണ്ടി ആമേൻ ഹല്ലേലൂയ ആമേൻ കണ്ടെത്തുമോ വിശ്വാസം? കർത്താവിന്റെ വരവിന് വിശ്വാസമെങ്കിലും കണ്ടെത്തുമോ? ഹല്ലേലൂയ അങ്ങനെ പറയുന്ന വിശ്വാസികൾ തന്നെ ഇവിടെ നഷ്ടപ്പെട്ടു പോകും. കാരണം ആമേൻ ഹല്ലേലൂയ നമ്മൾ മുഖാന്തരമാണ് ആമേൻ ദൈവത്തിന്റെ നാമം ദൂഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ വീഴ്ന്നു പോകുന്നവരുടെ പരാജയപ്പെടുന്നവരെ എടുത്ത് നാം ഷെയർ ചെയ്ത് മറ്റവരോട് കൂടെ ആമേൻ ഷെയർ ചെയ്യുമ്പോൾ ആമേൻ സാത്താനാണ് അവനെയാണ് നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത്. ഹല്ലേലൂയ എന്നാൽ അതിനുവേണ്ടി നാം പ്രാർത്ഥിച്ചവരെ മാറ്റി നിർത്തിയിട്ട് കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ മേലുള്ള കൃപ ഞങ്ങൾക്ക് തന്നു പെരുകണമേ എന്ന് നാം ദൈവത്തോട് ചോദിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ നമുക്കറിയാമല്ലോ എസേക്കിയേൽ പ്രവചനത്തിൽ എല്ലാവർക്കും അറിയാം 2-ാമത്തെ അധ്യായം 28-ാമത്തെ വചനത്തിലോ എന്ത് പറയുന്നു? ഹല്ലേലൂയ ആമേൻ അന്ത്യകാലത്തില് അവസാനം സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. അങ്ങനെയാണെങ്കിൽ ആദ്യ നൂറ്റാണ്ടില് ഹല്ലേലൂയ ആമേൻ ഇറങ്ങിയ ആത്മാവല്ലേ ആമേൻ ഇന്നും ആ ജീവിക്കുന്ന ആത്മാവ് നമ്മളോട് കൂടെ ഉണ്ട്. ആമേൻ എസേക്കിയേൽ പ്രവചിക്കുമ്പോൾ ആമേൻ യേശു ക്രിസ്തുവിടെ വരവിന് മുമ്പ് 830 വർഷമോ 860 വർഷത്തിന് മുമ്പെയാണോ എസേക്കിയേൽ പ്രവചിക്കുന്നത്? അങ്ങനെയാണെങ്കിലോ ഇന്ന് 2025 2850 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനമാണ് അന്ത്യകാലം. അപ്പോൾ നാം നോക്കണം ഹല്ലേലൂയ
ഇന്ന് നാം ആയിരിക്കുന്നത് അന്ത്യകാലത്തിലാണ്. അന്ത്യകാലത്തിലോ ഇന്നും നമുക്ക് വേണ്ടി ആത്മാവിനെ പകരാമെന്ന് അരുളി ചെയ്ത കർത്താവാണെങ്കിലോ ഇന്നും നമ്മുടെ കൂടെ അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. ഇന്നും നമ്മുടെ മധ്യയിൽ അഭിഷേകമുണ്ട്. ആര് വിശ്വസിക്കുന്നു അവരാലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. അതാണല്ലോ കർത്താവ് ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാൽ ഹല്ലേലൂയ പാമ്പുകളെയും തേളുകളെയും വിധിക്കുവാനുള്ള ശത്രുവിനെ മേற்கொള്ളാനുള്ള ഒരു അഭിഷേകം നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കൊരിന്ത്യർ ലേഖനത്തിൽ നാം വായിക്കേണ്ട സമയമായി നിർത്തുന്നു. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തിൽ 14 അധ്യായത്തിലേക്ക് നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ പ്രവചന വരത്തിന് വേണ്ടി നിങ്ങൾ വാഞ്ചിപ്പിൻ. അന്യഭാഷയിൽ നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് മനുഷ്യരോടല്ല, നിങ്ങൾ ദൈവത്തിനോട് സംസാരിക്കുന്നു. കാരണം എന്തെന്നറിയാമോ? അവർക്കത് അറിയാത്തത് കൊണ്ടാണ്. ആമേൻ. നാം ദൈവത്തിനോട് സംസാരിക്കുന്നത് അവർക്കറിയാത്തത് കൊണ്ട് അവർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ഒറിജിനൽ ഇല്ലെന്ന് പറയുന്നതായിരിക്കും. അവർ പറയും ചിലപ്പം ഇതെല്ലാം പഠിച്ചുകൊണ്ട് വന്നതെന്ന് ആമേൻ പറയുന്നതായിരിക്കും. ഹല്ലേലൂയ. അതൊക്കെ സംഭവം ശരി തന്നെ. ആമേൻ. ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ആമേൻ. ഹല്ലേലൂയ. ഫലത്തിനാൽ വൃക്ഷത്തെ തിരിച്ചറിയും. ഹല്ലേലൂയ. അപ്പൊ എല്ലാ വൃക്ഷങ്ങളും കാണാൻ ഭംഗിയായിരിക്കും. ആമേൻ. അത് കൊടുക്കുന്ന ഫലത്തിലാണ് ആ വൃക്ഷം ഹല്ലേലൂയ തിരിച്ചറിയുന്നത് നല്ലതാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ അന്നത്തെ അതേ അഭിഷേകം ഇന്ന് നമ്മുടെ മധ്യയിലുണ്ട്. സംശയിക്കേണ്ട ഇടവരരുത്. സംശയിച്ചാൽ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഗർഭത്തിൽ തന്നെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഇരുന്നവരും മുടന്തൻ അവൻ ഹല്ലേലൂയ വിശ്വസിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്നെങ്കിൽ ഹല്ലേലൂയ അവൻ കുതിച്ച് നടന്നെങ്കിൽ നമ്മുടെ മേൽ ആ വിശ്വാസം ഉണ്ടാകണം. അന്നത്തെ അഭിഷേകം, അന്നത്തെ ഹല്ലേലൂയ അഭിഷേകം ഇന്ന് നമ്മുടെ മധ്യയിൽ കർത്താവ് പ്രവർത്തിക്കുന്നുവെന്ന് ഹല്ലേലൂയ നാം വിശ്വസിക്കുമ്പോൾ ഒരു അഗ്നി അഭിഷേകം ഇറങ്ങും. ഹല്ലേലൂയ. വിടുതൽ നടക്കും. രോഗങ്ങൾ സൗഖ്യമാകും. തടകൾ മാറും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇതെല്ലാം അന്ത്യകാലത്തിൽ ശത്രുയുടെ പ്ലാനാണ്. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ ഓരോ സംഭവങ്ങളും കൊണ്ടുവരുന്നത് ഈ ദിവസങ്ങളിൽ നാം ഹല്ലേലൂയ ഉണർന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ആമേൻ ഹല്ലേലൂയ നമുക്ക് ഒരു ഉപവാസത്തിന്റെ ആമേൻ ഒരു ലക്ഷ്യം വേണം. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ഉപവാസത്തിന്റെ ലക്ഷ്യമുണ്ടായിരുന്നു തന്റെ ശുശ്രൂഷയെ പൂർത്തീകരിക്കുവാൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ സംഭവിച്ചു. ഹല്ലേലൂയ. അതുപോലെ തന്നെ പൗലോസിനെയും ഹല്ലേലൂയ അവർ വേർതിരിച്ചപ്പോൾ അവർക്കൊരു ഹല്ലേലൂയ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവർ ജാതികൾക്കും രാജാക്കന്മാർക്കും ആമേൻ ശുശ്രൂഷിക്കുവാനുള്ള ഒരു അഭിഷേകം. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ നാം ഇന്ന് 21 ദിവസം ഇറങ്ങുമ്പോൾ നാം വെറുതെ പോവാൻ ഹല്ലേലൂയ അല്ല. ആമേൻ. യേശു 40 ദിവസം ഇരുന്നപ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കേണ്ട ഒരു ശക്തി വ്യാപരിച്ചെങ്കിലോ നാം 21 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഉപവാസം എടുത്തു കഴിഞ്ഞാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ജനങ്ങൾക്ക് വിടുതൽ ഉണ്ടാകണം. നാം പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ സൗഖ്യമാകണം. അന്നത്തെ അഭിഷേകം ഇന്ന് നമ്മൾ വ്യാപരിക്കുക. അത് ആരാ? വിശ്വസിക്കുന്നവരാണ്. ഹല്ലേലൂയ. അതാണ് റോമർ ലേഖനം 8 ആണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. യേശുവിനെ ഉയർപ്പിച്ച് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ മേൽ ഹല്ലേലൂയ ഇരുന്നാൽ ഹല്ലേലൂയ ഒടുവില് അത് വായിക്കാമോ? റോമർക്ക് എഴുതിയ ലേഖനം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യ ശരീരങ്ങളെ ജീവിക്കും. இயேசுவை மரித்தோரிலிருந்து எழுப்பினவருடைய ஆவி உங்களில் வாசமாயிருந்தால் கிறிஸ்துவை மரித்தோரிலிருந்து எழுப்பினவர் உங்களில் வாசமாயிருக்கிற தம்முடைய ஆவியினாலே சாவுக்கு ஏதுவான உங்கள் சரீரங்களை உயிர்ப்பிப்பார். ആകയാൽ സഹോദരരെ മതി ഹല്ലേലൂയ. അപ്പോ നമ്മളുടെ മേൽ ഒരു അഭിഷേകം. ഏത് അഭിഷേകം? യേശുവിനെ 3-ാമത്തെ ദിവസം കല്ലറയിൽ നിന്ന് പൊക്കിയെടുത്ത അതേ അഭിഷേകം. ആ അഭിഷേകമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നാം നോക്കണം. ആമേൻ. ഹല്ലേലൂയ. ക്രൂശില് തന്റെ അവസാന തുള്ളി രക്തം വരെ വാർന്ന് ഒഴുക്കി സാധാരണ ഒരു ശരീരമായിട്ട് കല്ലറയിരുന്ന കർത്താവിന് ഹല്ലേലൂയ ഹല്ലേലൂയ ആ അഭിഷേകം ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ ആ ബ്ലഡുകളൊക്കെ തിരിച്ചു വന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അസാധ്യമായിട്ട് കരുതരുത്. ശൂന്യമായി പോയത് ഹല്ലേലൂയ എല്ലാം നിവർത്തി ചെയ്യുവാനുള്ള ഒരു അഭിഷേകമാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം അതിനെ ശക്തിപ്പെടുവാൻ ഹല്ലേലൂയ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലോ നാം കൃപാവരങ്ങളെ കുറിച്ച് നാം വായിക്കാം. അനേക കാര്യങ്ങൾ കിടക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അധികമായി നിങ്ങൾ കൃപാവരങ്ങൾക്ക് വേണ്ടി വാഞ്ചിപ്പിൻ. സ്പെഷ്യലായിട്ട് വാഞ്ചിപ്പിൻ. സ്പെഷ്യലായിട്ട് ദീർഘദർശന വരങ്ങൾ ആമേൻ അല്ലെ അന്യഭാഷ വരങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ വാഞ്ചിപ്പീൻ എന്ന്. അങ്ങനെയാണെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ ഒരു വാഞ്ച ഉണ്ടെങ്കിലോ അല്ലെ ലോകം എങ്ങനെയോ പോട്ട് വീഴുന്നവർ വിടട്ടെ. ആമേൻ. നമുക്ക് നാം യാത്ര ചെയ്യുമ്പോൾ എത്രയോ വാഹനങ്ങൾ ആക്സിഡന്റ് ആയി കിടക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വാഹനത്തെ വീട്ടിൽ നിർത്തിയിട്ട് നാം കുത്തിയിരിക്കാറുണ്ടോ? ഇല്ല. അവൻ വീഴുന്നവർ വിടും. ഹല്ലേലൂയ. നമുക്കൊരു ഓട്ടമുണ്ട്. അനേകർ ഓടും. ഹല്ലേലൂയ. അനേകർ വീഴുന്ന പോർക്കത്തിലാണ് നമ്മൾ. എന്നാൽ വിജയിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു ആമേൻ ഓട്ടത്തിൽ അനേകർ ഓടുമെന്നാൽ
മൃദു പ്രാപിക്കുന്നവരോ ഒരുവൻ മാത്രം. ആ ഒരുത്തൻ നമ്മളായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ സഭയായിരിക്കണം. ഞാൻ പ്രാർത്ഥിച്ചാൽ വിടുതൽ ഉണ്ടാകണം, ഞാൻ പ്രാർത്ഥിച്ചാൽ സൗഖ്യം ഉണ്ടാകണം, ഞാൻ പ്രാർത്ഥനയുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകണം എന്ന് നമുക്കൊരു വാഞ്ച ഉണ്ടെങ്കിൽ 21 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഉണ്ടാകണമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അന്ന് വാഗ്ദത്തം ചെയ്ത അതേ അഭിഷേകം ഇന്ന് നമ്മൾ മേൽ പ്രവർത്തിക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊരു പാട്ട് പാടാം. ഹല്ലേലൂയ. ആവിയാനവരേ, அன்பின் ஆவியானவரே, ஏற்போவாரும் இறங்கி வாரும் எங்கள் மத்தியிலே, ஏற்போவாரும் இறங்கி வாரும் எங்கள் மத்தியிலே, உரையாட சேர்த்து நின்று தூக்கி எடுத்தவரே, உரையாட சேர்த்து நின்று தூக்கி எடுத்தவரே, பாவம் கழுவி தூய்மையாக்கும் இந்த வேளையிலே, ஹல்லேலூயா. பாவம் கழுவி தூய்மையாக்கும் இந்த வேளையிலே, ஆவியானவரே, அன்பின் ஆவியானவரே, ஏற்போவாரும் இறங்கி வாரும் எங்கள் மத்தியிலே, ஏற்போவாரும் இறங்கி வாரும் எங்கள் ஆவியின் வரங்களினால், ஆவியின் வரங்களினால் எங்களை நிரப்பிடுமே, ஆவியின் வரங்களினால் எங்களை நிரப்பிடுமே, எழுந்து ஜொலிக்க எண்ணெய் ஊற்றும் இந்த வேளையிலே, ஹல்லேலூயா. எழுந்து ஜொலிக்க எண்ணெய் ஊற்றும் இந்த வேளையிலே, ஆமென், ஆமென், ஆமென். ஆவியானவரே, அன்பின் ஆவியானவரே, அவரே போவாரும் இறங்கி வாரும் எங்கள் மத்தியிலே, போவாரும் இறங்கி வாரும் எங்கள் மத்தியிலே, ஆவியானவரே, அன்பின் ஆவியானவரே, அவரே போவாரும். Yes, அபிஷேகத்தால் நிரப்புங்கப்பா. தேவ வல்லமையோடு நிரப்புங்கப்பா. அபிஷேகத்தால் நிறையட்டும் ஆண்டவர். அந்நிய வார்த்தையால் நிறையட்டும். அபிஷேக அக்கினியால் நிறையட்டும். Glory, hallelujah, hallelujah. எல்லா நாவுகளும் வல்லமை இறங்குகிறது கர்த்தாவே. ஆதியிலிருந்து அதே அபிஷேகம், ஆதியிலிருந்து அதே அபிஷேகம். இவர்கள் உபவாசங்கள் தெய்வத்தின் பிரவர்த்தனை ஹalleluya பாடுவார். ஓ hallelujah, hallelujah, hallelujah. கமனங்கள் ரைத்தல ஹோல்காரி, ரிம்பல் கடகர ரைத்தல ஹோல்காரி. எல்லா நாவுகளும் இயேசுவின் அபிஷேக அக்கினி இறங்குகிறது. குடும்பங்கள் மேல் இயேசுவின் வேண்டும். ஹalleluya. சபை மேல் ஹalleluya. கர்த்தாவே பகவத்துக்குனாரே பிரார்த்திக்குனாரே வேர்விரித்த அபிஷேகத்தோட ஐத்த கர்த்தாவே ஒரு புதிய பலத்தோடு ஒரு புதிய சக்தியோடு இயேசுவின் ஹalleluya. 21 வருஷம் கழியும்போது கர்த்தாவே அதே திருவுட்டா ஓ சபை பவுலத்தை அதே திருவுட்டா இயேசு அவரை கொண்டு தேசத்தை கலக்குவார், தேசத்தை மறிக்குவார். சொர்க்கம் மேலே புதிய அபிஷேகம் வெளிப்படத்தை ஆமென் ஹalleluya. கர்த்தாவே ஹalleluya. ஓ விசுவாசித்தோர் அவர்களே ஹalleluya. முடங்கள் குடி செல்லுகிறது. ஒரு சாத்தியம் இல்லாதோர் எல்லாரும் கலந்தோர் எல்லா சாத்தியம் அசாத்தியம் இயேசுவின் நாமத்தில் சாத்தியமானது. சாத்தியமே தெய்வம் நம்மளால் ஓடுவது ஓ இன்றைக்கு தெய்வத்தின் தோற்றம் நடக்கட்டும், குடும்பங்கள் நடக்கட்டும், சரீரங்கள் நடக்கட்டும். நம்மளை காணுகிறவர் இயேசுவை காணட்டுமானாரே. ஓ பலத்தினால்
ഫലത്തിനാൽ വൃക്ഷത്തെ തിരിച്ചറിയണമെങ്കിൽ ഇന്ന് രാത്രി കർത്താവേ ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അല്ലാതെ ഞങ്ങളെ തിരിച്ചറിയാം. യേശു ജീവിക്കുന്നവർ, യേശു ജീവിക്കുന്നുവെന്ന് ഇന്നവർ വിളക്ക് അവർ ഓടട്ടെ. എന്നാൽ ദൈവത്തിന് വേണ്ടി സത്യവും നിൽക്കുന്നവരായി തീരുവാൻ അങ്ങനെ അഭിഷേകം അധികവർ അധികധിക റൈസർ അത് അഭിഷേകം യേശുവിനെ ഉയർത്തിച്ചാൽ ആ അഭിഷേകം ഞങ്ങളുടെ വ്യാപരിക്കുവാൻ കർത്താവ് ഞങ്ങളോട് പ്രവർത്തിക്കുന്ന പ്രവർത്തിയായി പോകുന്നു. അങ്ങനെ കരങ്ങളേശുവിനെ അങ്ങനെ തിരിഹിതം ചെയ്യുവാൻ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദിവസങ്ങളെ കർത്താവേ അപ്പാ ഹല്ലേലൂയ അങ്ങേ കർത്താവേ ഹല്ലേലൂയ നിങ്ങളുടെ ശുശ്രൂഷകൾ പൂർത്തീകരിക്കുവാൻ അങ്ങേ ഉപവാസം ഇരുന്നെങ്കിലോ അത് നിവൃത്തിയായപ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ മല 21 ദിവസം ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഹല്ലേലൂയ ആമേൻ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ദിവസങ്ങൾ ചെയ്തെടുക്കണമേ അപ്പ. കർത്താവ് വചനത്തിൽ പറയുമല്ലോ, ചിലർ അപ്പോസ്തലരായും ചിലരെ കർത്താവെ പ്രവാചകന്മാരായും ചിലരെ കർത്താവ് ഉപദേശകന്മാരായും ചിലരെ ഇടയന്മാരായും കർത്താവെ സഭയിൽ തെരഞ്ഞെടുത്തെങ്കിലോ ദിവസങ്ങളിൽ ഞങ്ങളെ അതിനുവേണ്ടി കർത്താവ് ഒരുക്കി തെരഞ്ഞെടുത്ത് പൗലോസിനെ ബാർന്നബാസിനെ ഹല്ലേലൂയ വിളിച്ച് വേർതിരിച്ച് അയച്ചതുപോലെ ഞങ്ങളെ സ്വർഗം അയച്ച് ദൈവവേല ശക്തിയോട് ചെയ്തെടുക്കുവാണ് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ കർത്താവ് ചെയ്ത നിർവഹിക്കായി തോത്രം താഴ്ത്തി സമർപ്പിക്കുന്ന പ്രാർത്ഥന സ്തുതിക്ക് യേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ.